നാജിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ ഷാനും അതുപോലെ തന്നെ ഷാൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാൻ ഉണ്ടെങ്കിൽ ഒരു ജോലിക്കും പോകത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കാര്യമൊന്നും നോക്കത്തില്ല, എപ്പോഴും ഉണ്ടെങ്കിൽ മദ്യപിച്ചൊക്കെയാണ് ഇരിക്കുന്നത്, അതിന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഷാൻ്റെ ഉമ്മ തന്നെയാണ്, അതുകൊണ്ടാണ് ഏറ്റവും വലിയ കുഴപ്പമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതോടെ തന്നെ ഉമ്മയുണ്ടെങ്കിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുണ്ടെങ്കിൽ ഷാൻ്റെ അല്ല, അതോടെ തന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, ഇനിയുണ്ടെങ്കിൽ ആ കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഷാൻ ആദ്യമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ബോധത്തിലല്ല സംസാരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഒരു വീഡിയോ ഷാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് മാതാപിതാക്കൾ വയസ്സായി കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്നതിന് ഒരു ലിമിറ്റ് കാണത്തില്ല, നമുക്കത് കൺട്രോൾ ചെയ്യാനും കഴിയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് കണക്ക് നാജിനെയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഉണ്ടെങ്കിൽ ഇനി ഒന്നിക്കത്തില്ലെന്നൊന്നും ഇല്ല. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിക്കും. ഇപ്പോഴത്തെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും മാറി ഞങ്ങൾ വീണ്ടും ഒന്നിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.